ശ്രീലക്ഷ്മി ഏതാണ് ആദ്യത്തെ ചിത്രം? എങ്ങനെയാണ് സിനിമയിലോട്ട് വരുന്നത്? നൃത്തത്തിലൂടെ തന്നെയാണ്. ഫസ്റ്റ് പടം പൊരുത്തമാണ്. പൊരുത്തം അതാര് ഡയറക്ട്? കലാധരൻ സാർ. കലാധരൻ. കൽച്ചേട്ടൻ ഡയറക്ട് ചെയ്ത് മുരളിയേട്ടനായിരുന്നു വലിയ ഹീറോ. ആ ഷൂട്ടിംഗ് ഒക്കെ എവിടെ? പിന്നെ രണ്ടാമത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ഒന്നും ചെയ്തിരുന്നില്ല. ഒന്നും ചെയ്തില്ല. കലാക്ഷേത്രയിൽ പഠിക്കായിരുന്നു ചെന്നൈയില്. ഭരതനാട്യത്തിന്റെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ അപ്പൊ ആ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ മരിച്ചു. ഞാൻ അവിടെ പഠിക്കുന്ന. അച്ഛൻ VSSC എഞ്ചിനീയർ. അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. അപ്പൊ നല്ലൊരു പ്രായത്തിലാണ് മദ്രാസിൽ പോയത്. അതെ അതെ. അപ്പൊ അവിടെ ഒരുപാട് നടീനടന്മാരും ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കലാക്ഷേത്രയിൽ പഠിക്കുമ്പോ എന്റെ സീനിയർ ആയിരുന്നു അമല, സുകന്യ, ഇവരൊക്കെ എന്റെ സീനിയേഴ്സ് ആയിരുന്നു. പിന്നെ അമലയൊക്കെ എനിക്ക് 3rd ഇയർ ആയപ്പോഴത്തേക്ക് അവർ ഭയങ്കര സൂപ്പർ നടിയായി. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചോണ്ട് വന്നതാണ്. അപ്പൊ അവിടുന്ന് ഈ തമിഴിലേക്ക് ചാടാതെ എന്തിനാണ് പിന്നെ മലയാളത്തിലോട്ട് വന്നത്? അല്ല, തമിഴിലേക്ക് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഭാരതിരാജ സാറൊക്കെ വന്നിട്ടുണ്ട്. കലാക്ഷേത്രയിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡയറക്ടേഴ്സ് വന്ന് നല്ല കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് എന്റെ തലയ്ക്കകത്ത് ഈ ഒരു ഭരതനാട്യം അല്ലെങ്കിൽ ഡാൻസ് നൃത്തത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം. തിരിച്ചു വന്നപ്പോഴാണ് ഭൂതക്കണ്ണാടിയിൽ ചെയ്യാനായിട്ട് ഓഫർ വരുന്നത്. എല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ. ശ്രീലക്ഷ്മി ആ സമയത്ത് സെലക്റ്റീവ് ആയതാണോ അതോ? അല്ല, എനിക്ക് വന്ന ഓഫേഴ്സ് അങ്ങനെയാണ്. ഞാൻ സെലക്റ്റീവ് ആയ. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത റോളുകളൊക്കെ വന്നിട്ടുണ്ടോ? ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ഇഷ്ടമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്ന് രണ്ട്. അതായത് ഞാൻ സിനിമ ഫസ്റ്റ് പടം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ആക്ച്വലി ലാലേട്ടൻ്റെ രാജശില്പി എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നു. പിന്നെ അതിന്റെ എക്സ്പോഷറും കാര്യങ്ങളും എല്ലാം. പക്ഷെ എനിക്ക് അന്ന് അത് ചെയ്യാനുള്ളൊരു കപ്പാക്കുറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും കിട്ടിയ ഒരു ക്യാരക്ടേഴ്സിൽ നല്ലൊരു ഡാൻസറായിട്ടുള്ള ഒരു വേഷം ഒന്നിലും കിട്ടിയിട്ടില്ല. ഇല്ല. ഗുരു എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡാൻസറായിട്ട് ഒരു പാട്ടിൽ കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നു. രാജീവ് ഈ സിനിമയുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയില്ലേ? എനിക്ക് ഫീൽ ചെയ്തൊരു ഇതെന്ന് വെച്ചാൽ, നമുക്ക് പണ്ട് സ്ക്രിപ്റ്റ് എന്താണോ അത് തന്നെ നമ്മൾ പറയണമായിരുന്നു. ഇല്ലേ, അതിനൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അത് പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല. നമ്മൾ കുറെ കൂടെയൊക്കെ നമ്മളുടേതായിട്ടുള്ള കൊളോക്കിയൽ ലാംഗ്വേജിൽ ഒരു അഭിനേത്രിക്ക് അന്നത്തെ കാട്ടില് ഒരു പോസിബിലിറ്റി അഭിനയിക്കാൻ കൂടുതൽ ഒരു സ്പേസ് ഇന്നുണ്ട്. കാരണം ഈ ഡിജിറ്റൽ ഇതായതുകൊണ്ട്. യൂണിവേഴ്സിറ്റി കലാ തിലകം എന്തൊക്കെയാണ് ഓർമ്മകൾ? അന്നത്തെ എൻ്റെ സീനിയർ ആയിരുന്നു നീന പ്രസാദ്, നീന ചേച്ചി. എൻ്റെ ഒരു വർഷം ജൂനിയർ സിത്താര ബാലകൃഷ്ണൻ. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒരു ഐറ്റത്തിന് എന്തോ ഫസ്റ്റ് കിട്ടി, ബാക്കി എല്ലാം ഇതായിട്ട് പോയി. സെക്കൻഡ് ഇയർ ആയപ്പോഴായിരുന്നു ഞാൻ കലാതിലകം ആയത്. അതിൽ ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ സയൻസിലാണ് ഞാൻ പഠിച്ചത്. ഓൾ സയൻസ് കോളേജിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കലാതിലകമായിരുന്നു ഞാൻ. ആക്ച്വലി കലാതിലകം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ഒരു സംഭവമല്ലേ? അന്നൊരു സംഭവമായിരുന്നു. അല്ല, ഞാൻ അന്നത്തെ കാര്യം പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു എന്താണ് നടന്നു കാണുമല്ലോ. അപ്പൊ അവിടുന്ന് തന്നെയാണോ ഈ കല്യാണം സംഭവിച്ചത്? അല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കല്യാണം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ എൻ്റെ ബ്രദേഴ്സും എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദേഴ്സും എല്ലാവരും ഒക്കെ ഒരുമിച്ച് പഠിച്ചതും അങ്ങനെ അവര് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അദ്ദേഹം ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടാണോ അതോ? ഡാൻസിൽ എന്നെ കുഞ്ഞിലെ മുതൽ അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഫ്രണ്ട്സ് ആണ്. A to Z അറിയുന്ന ആളാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു നമുക്കൊരു ഏജ് കഴിയുമ്പോഴായിരിക്കുമല്ലോ അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ളത്. അങ്ങനെ അത് പിന്നെ ഇങ്ങോട്ട് വളർന്ന് പന്തലിച്ച് അല്ലേ? ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? എനിക്ക് രണ്ട് ആൺമക്കളാണ്. ഓ ശരി. മൂത്ത ആള് ഇപ്പൊ MBA കഴിഞ്ഞു, ഇപ്പൊ ഡിലോയിറ്റിൽ വർക്ക് ചെയ്യും. രണ്ടാമത്തെ മോനാണ്, അവന് സ്പെഷ്യൽ നീഡ് ചൈൽഡ് ആണ്. അപ്പൊ അവനിപ്പോ 19 വയസ്സായി. എന്റെ കൂടെ തന്നെ, ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാണ്? ഹസ്ബൻഡ് ദുബായിലാണ്. കുറെ നാൾ ദുബായിലായിരുന്നു. ഞങ്ങള് എനിക്ക് തോന്നുന്നു 2000 മുതൽ ദുബായിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മൂത്ത ആളുടെ ഒരു ഡിഗ്രി പഠിത്തം ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങ് വന്നു. പിന്നെ ചെറിയ മോന്റെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാനും മക്കളും ഇങ്ങ് പോകുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പൊ സെറ്റിൽ ആയിട്ട് ഏകദേശം ഒരു 6-7 വർഷമായി. 7 വർഷം.